തെരഞ്ഞെടുപ്പ് സമയത്തെ നിരോധന ഉത്തരവ് ലംഘിച്ചതിന് ഷാനിമോൾ ഉസ്മാനെതിരെ കേസ്. തന്നെ തടഞ്ഞതിനെ തുടർന്ന് ഷാനിമോൾ ഉസ്മാൻ ഇന്നലെ പോളിംഗ് സ്റ്റേഷന് മുന്നിൽ കുത്തിയിരുന്നു പ്രതിഷേധിച്ചിരുന്നു. LDF NDA പ്രവർത്തകരും കേസിൽ പ്രതികളാണ്. വിവരങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന് അശ്വിൻ പാലാഴി ചേരുന്നു. അശ്വിൻ പാലാഴി, അരൂരിലെ UDF സ്ഥാനാർത്ഥിയായ ഷാനിമോൾ ഉസ്മാനെതിരെ ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുകയാണ്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ദിലീപ് കുമാർ, ഇന്നലെ വൈകുന്നേരം പോളിംഗ് സമയം അവസാനിച്ച് 6 മണിക്ക് ശേഷമാണ് പോളിംഗ് ബൂത്തിലേക്ക് ഷാനിമോൾ ഉസ്മാൻ UDF പ്രവർത്തകർക്കൊപ്പം എത്തുന്നത്. ഈ സമയത്ത് ഈ ബൂത്തിനകത്തേക്ക് കയറാൻ കഴിയില്ല എന്ന് അവിടെ സുരക്ഷാ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാർ അറിയിച്ചു. പക്ഷേ അത് കണക്കാക്കാതെ അകത്തേക്ക് കയറാൻ ഷാനിമോൾ ഉസ്മാനും UDF പ്രവർത്തകരും നിർബന്ധം പിടിക്കുകയായിരുന്നു. അത് അനുവദിക്കാത്തതിനെ തുടർന്ന് ഏകദേശം 3 മണിക്കൂറോളം ഈ ബൂത്തിന് മുന്നിൽ ഷാനിമോൾ ഉസ്മാൻ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചിരുന്നു. ഇതോടെ NDA LDF പ്രതിഷേധവുമായി സ്ഥലത്തെത്തി ഷാനിമോൾ ഉസ്മാനെ അകത്തേക്ക് കയറ്റിവിടാൻ അനുവദിക്കരുത് എന്നുള്ളതായിരുന്നു അവരുടെ ആവശ്യം. എന്തായാലും 3 മണിക്കൂർ പ്രതിഷേധത്തിന് ശേഷം ഈ ബൂത്തിന് പരിസരത്തേക്ക് ഷാനിമോൾ ഉസ്മാനെ കയറ്റിവിടേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ സംഭവത്തിലാണ് നിലവിൽ പൂച്ചാക്കൽ പോലീസ് ഷാനിമോൾ ഉസ്മാനെയും LDF NDA പ്രവർത്തകരെയും കണ്ടാലറിയാവുന്ന 50 പേർക്കെതിരെയും പ്രതി ചേർത്തുകൊണ്ട് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ചട്ടപ്രകാരം ഈ നിരോധന ഉത്തരവ് തെരഞ്ഞെടുപ്പ് സമയം കഴിഞ്ഞാൽ ഉണ്ടാകും. ആ നടപടി പ്രകാരം, ആ ചട്ടപ്രകാരം പോളിംഗ് ബൂത്തിലേക്ക് നിരോധന ലംഘിച്ച് കയറാൻ പാടില്ല എന്നുള്ളതാണ് ചട്ടം. അതാണ് ലംഘിക്കപ്പെട്ടിരിക്കുന്നത്. എന്തായാലും പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ദിലീപ്, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.